ഇന്നിപ്പോൾ ഞാൻ സീറ്റിംഗ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വെക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വലിച്ചു വാരി കയറ്റുന്നല്ല, ഒരു ഇച്ചിരി നോർമൽ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഫ്രെയിമിൽ നിന്നും ഇച്ചിരി മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കണം. കറക്റ്റ് സീറ്റിങ്ങിൽ വരും. ഈ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആവില്ല, അത് ഞാൻ പറഞ്ഞു. ഇതാണ്ട ഒരു ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ട്. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ സെറ്റാവും, അത് ഉറപ്പാണ്. കാരണം ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോഴും ഒരു ചെറുതായിട്ടൊന്ന് ഒരു 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 ഇച്ചിരി മിസ്സിങ് ഉണ്ട്. പക്ഷേ അത് റബ്ബർ ബാൻഡ് ഇടുമ്പം താരും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡിസ്പ്ലേ എടുത്തത്. വേറെ 2-3 ഡിസ്പ്ലേ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടപ്പോഴേക്ക് ഒരു സീറ്റിങ്ങും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വലിച്ചു കയറ്റി ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലും നിൽക്കത്തുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷേ ഈ ഡിസ്പ്ലേ കുഴപ്പമില്ല, സീറ്റ് ആവുന്നുണ്ട്. ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ്ടേ ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. അതുപോലെ റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഓവർ ടൈറ്റ് ചെയ്തിട്ട് അവസാനം ആട്ടോ ടച്ച് ഇഷ്യൂ വരുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാതെ പലരും ചിന്തിച്ച് നിന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് കമൻറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഓവർ ടൈറ്റ് അല്ല, ഉണങ്ങാനായിട്ട് വയ്ക്കുകയാണ്. ഉണങ്ങിക്കഴിഞ്ഞു, നമ്മൾ ഇളക്കാൻ പോവുകയാണ്. ഇളക്കി 2-3